Dear my students, welcome to English class. Today we enter the third part of Dangers of a Single Story by Z.N. Adichie. It is the third part and we have already covered the first and second parts. Adichie, the Nigerian novelist, the writer, the speaker, refers that knowing only a single part is very dangerous. ഒരു ഭാഗം മാത്രം അറിയുക, അതിനെപ്പറ്റി പറയുക. It is very dangerous. If you want to tell something to others, you have to know it fully. മറ്റുള്ളവരോട് നമുക്ക് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും അറിയണം, അല്ലെങ്കിൽ അത് അപകടകരമായിരിക്കും. She experienced it. Adichie experienced it. She realized it. അവരത് അനുഭവിച്ചു, അവർക്ക് മനസ്സിലായി. First of all, she wrote stories and it was a failure. Why? She knows how to write a story. അവർക്കറിയാം കഥ എഴുതേണ്ടത് എങ്ങനെയാണെന്ന്. But when she was a child, she wrote only about British characters and American characters. She was living in Africa, in Nigeria, and she belonged to a black group, but her characters were white group. Maybe but she didn't realize what the nature of black people and the nature of white people. സത്യത്തിൽ കറുത്ത വർഗ്ഗക്കാരുടെ മാനസികാവസ്ഥയും വെളുത്ത വർഗ്ഗക്കാരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കാതെയാണ് അഡീഷി, കറുത്ത വർഗ്ഗക്കാരിയായ ആ കുട്ടി, താനെന്ന വ്യക്തിയെ, തൻ്റെ ഇൻഡിവിജ്വാലിറ്റി, തൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് വെളുത്ത വർഗ്ഗക്കാരെക്കുറിച്ച് കഥാപാത്രങ്ങളാക്കി എഴുതിയത്. Who will come to read it? വെളുത്ത വർഗ്ഗക്കാർ വായിക്കുമോ? നോ. Who can read it? കറുത്ത വർഗ്ഗക്കാർക്ക് അത് വായിക്കാൻ കഴിയുമോ? They can't realize it what she says. അപ്പോൾ അവിടെയും വായനയില്ല. And she realized it later. പിന്നീടാണ് അവർക്കത് മനസ്സിലായത്. The first thing, danger of a single story. Then another matter we could realize about Fide, that little boy who comes her house to help them. അഡീഷിയുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ഫിദെ എന്ന കറുത്ത വർഗ്ഗക്കാരനായ പാവം കുട്ടിയുടെ വീട്. യെസ്, മദർ ടോൾഡ് ഹർ he belongs to a poor family. അമ്മ പറഞ്ഞു അവൻ പാവപ്പെട്ട കുടുംബത്തിലാണെന്ന്. യെസ്, the word, the term poor, ആ poor എന്ന വാക്ക്, and she misunderstood it as everything as poor. No learning, no culture and no talent. അങ്ങനെയാണെങ്കിൽ ഫിദെ എന്ന കറുത്ത കുട്ടിക്ക് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വിദ്യാഭ്യാസമില്ല, നല്ല കഴിവില്ല, സാമ്പത്തിക പുരോഗതിയില്ല എന്നൊക്കെ അവൾ തെറ്റിദ്ധരിച്ചു. യെസ്, ഫിനാൻഷ്യലി ദേ ആർ വെരി ബാക്ക്. ബട്ട് ആർട്ട്ഫുള്ളി, കലാപരമായിട്ട് നോക്കുകയാണെങ്കിലോ ബെറ്റർ ദാൻ അഡീഷി ആൻഡ് അതേഴ്സ്. അവരെക്കാളും താല്പര്യമുള്ളവരാണ് കലയിൽ. ദേ ക്യാൻ ഡു ഇറ്റ് യൂസിങ് ദാറ്റ് റാഫ്യ, ഒരു പ്രത്യേകതരം പനയോല മാതിരിയുള്ള സോഫ്റ്റായ ഇല കൊണ്ട് ഡിഫറെൻ്റ് പാറ്റേൺസ്,
വ്യത്യസ്തമായ മെടച്ചിലുകൾ നടത്തി, ഡൈഡ് ഇറ്റ്, അതിനെ നിറം പിടിപ്പിച്ചു. വെരി നൈസ് ബ്യൂട്ടിഫുൾ ബാസ്ക്കറ്റ്സ്, ഹാൻഡ് മെയ്ഡ് ബാസ്ക്കറ്റ്സ്. അവർ ഉണ്ടാക്കുന്ന ആ അതിമനോഹരമായ കൊട്ടകൾ, ആക്ച്വലി ഷീ സ്റ്റാർട്ടഡ് വെൻ ഷീ സോ ഇറ്റ്. അത് കണ്ടപ്പോഴാണ് അഡീഷ് ഞെട്ടിപ്പോയത്. ഹൂ മെയ്ഡ് ഇറ്റ്? ഫിഡേസ് ബ്രദർ. ക്യാൻ ദേ ഡു സോ? അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുമോ? കഴിയും. ബട്ട് ഷീ ന്യൂ ഓൺലി എ സിംഗിൾ സ്റ്റോറി ഓഫ് ദാറ്റ് ഫാമിലി. പക്ഷെ ആ കുടുംബത്തെക്കുറിച്ചും അഡീഷയ്ക്ക് ഒരു പാർഷ്യൽ, ഭാഗികമായ സിംഗിൾ സ്റ്റോറി മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൾ തെറ്റിദ്ധരിച്ചു പോയതും അവൾ അക്കാര്യത്തിൽ പരാജിതയായതും, ആ കുടുംബത്തെ മനസ്സിലാക്കാൻ. ദെൻ കംസ് ടു തേർഡ് പാർട്ട്. നോക്കൂ. ഇയേഴ്സ് ലേറ്റർ ഐ തോട്ട് അബൌട്ട് ദിസ് വെൻ ഐ ലെഫ്റ്റ് നൈജീരിയ ടു ഗോ ടു യൂണിവേഴ്സിറ്റി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ഉപരിപഠനത്തിന് പോയപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. ഐ വാസ് 19. എനിക്കന്ന് 19 വയസ്സ്. മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ. എൻ്റെ അമേരിക്കൻ കൂട്ടുകാരി, പ്രത്യേകിച്ചും എൻ്റെ മുറിയിൽ താമസിക്കുന്നവൾ, അവൾ എൻ്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് കാര്യം? ഷി ആസ്ക്ഡ് where I had learned to speak English so well. ഞാൻ ഇതുമാതിരി മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എവിടെ നിന്ന്, എപ്പോൾ, എങ്ങനെ പഠിച്ചു? ആൻഡ് ഷി തോട്ട്, ഇത് പരീക്ഷയ്ക്ക് പറ്റിയ കാര്യമല്ല, ആ പെൺകുട്ടിക്ക് പറ്റിയ കാര്യമാണ്. ദാറ്റ് അമേരിക്കൻ ഗേൾ മിസ്അണ്ടർസ്റ്റുഡ് അഡീഷി ആസ് അഡീഷി മിസ്അണ്ടർസ്റ്റുഡ് ഫിഡെ. അഡീഷി അപ്രകാരത്തിലാണോ ഫിഡയെ തെറ്റിദ്ധരിച്ചത്, അപ്രകാരത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ ആ വെളുത്ത പെൺകുട്ടി, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പെൺകുട്ടി, നമ്മുടെ കറുത്ത വർഗ്ഗക്കാരിയായ 19കാരിയായ അഡീഷിയെ തെറ്റിദ്ധരിച്ചു. വൈ? ബിക്കോസ് ദാറ്റ് അമേരിക്കൻ ഗേൾ ബിലീവ്ഡ് ദാറ്റ് ദിസ് അഡീഷി കാണ്ട് ഡു എനിത്തിങ്. ഇവൾ വെറും ആദിവാസി, അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരി, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് വരുന്നവൾ, കമ്മിങ് ഫ്രം ഡാർക്ക് കോണ്ടിനെൻ്റ്, ഇരുണ്ട വൻകരയിൽ നിന്ന് വരുന്നവൾ എന്നാണ് അവൾ ആദ്യം കരുതിയത്. ബട്ട് വെൻ അഡീഷി ബിഗിൻ ടു സ്പീക്ക്, അവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബെറ്റർ ദാൻ ബ്യൂട്ടിഫുള്ളി ഓഫ് ദാറ്റ് അമേരിക്കൻ ഗേൾ. അമേരിക്കൻ ഗേൾ സംസാരിക്കുന്നതിനേക്കാളും അതിമനോഹരമായിട്ട് നമ്മുടെ അഡീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഷീ റൈറ്റ്സ് സ്റ്റോറീസ്, കഥകൾ എഴുതുന്നു. ഷീ സ്പീക്സ്, അവൾ നന്നായിട്ട് പ്രസംഗം നടത്തുന്നു. ഫ്രം വേർ യു ലേൺഡ് ഇറ്റ്? ഷീ ആസ്ക്ഡ് മീ. എവിടെ നിന്നാണ് അഡീഷ് നീ ഇത് പഠിച്ചത്? അവൾ എന്നോട് ചോദിച്ചു. നോക്കൂ, ഈസ് ഇറ്റ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് നൈജീരിയ? നൈജീരിയയിലെ ഔദ്യോഗിക ഭാഷയാണോ ഇംഗ്ലീഷ്? അവൾ അന്വേഷിച്ചു. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് ലിസൺ ടു വാട്ട് ഷീ കാൾഡ് മൈ ട്രൈബൽ മ്യൂസിക്. പിന്നീട് സംഗീതത്തിൻ്റെ കാര്യമാണ്. ആൻഡ് വി നോ ട്രൈബൽ പീപ്പിൾ ഹാസ് ദെയർ ഓൺ സോങ്സ്, ഈച്ച് ആൻഡ് എവരി പീപ്പിൾ. ഇപ്പം നമുക്കറിയാം, സപ്പോസ് ഇൻ കേരള, നമുക്ക് ഉൾപ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ചും വയലിൽ പണിയെടുക്കുന്നവരാണെങ്കിൽ, വടക്കൻ മേഖലയിലുള്ളവർ പാടുന്ന പാട്ട്, നാട്ടിപ്പാട്ട്, കൊയ്ത്തുപാട്ട്, ഈ രീതിയിലല്ല തെക്കൻ മേഖലയിലുള്ളവർ പാടുന്നത്, തെക്കൻ ജില്ലകളിലുള്ളവർ പാടുന്നത്. അത്തരം പാട്ടല്ല അതുപോലെ തന്നെ വയനാടൻ ജില്ലകളിലുള്ള ട്രൈബൽ ഗ്രൂപ്പ് പാടുന്നത്. എല്ലാവർക്കും അവരുടേതായ ഒരു പ്രാദേശിക ടച്ച്, സ്പർശമുണ്ടാകും അവരുടെ നാടോടി കലകളിൽ. ആൻഡ് ദിസ് ഗേൾ of America believed that this Adishi can only sing tribal song. അഡീഷിക്ക് ഇത്തരം ഈ ട്രൈബൽ സോങ്, ഫോക്ക് സോങ്, നാടോടിപ്പാട്ടുകളും മറ്റും മാത്രമേ പാടാൻ കഴിയുള്ളൂ എന്നാണ് ആ പെൺകുട്ടി വിചാരിച്ചത്. ബട്ട് വെൻ ഷീ ബിഗാൻ ടു സിങ്, പക്ഷെ അഡീഷി പാടാൻ തുടങ്ങിയപ്പോഴോ that girl got shocked. ആ പെൺകുട്ടി ഞെട്ടിപ്പോയി.
അവൾക്കങ്ങനെ പാടാൻ കഴിയില്ല, അവൾക്കങ്ങനെ സംസാരിക്കാൻ കഴിയില്ല, അവൾക്കങ്ങനെ കഥകൾ എഴുതാൻ കഴിയില്ല. സോ ബ്യൂട്ടിഫുള്ളി, സോ വെൽ ആൻഡ് സോ ഫെൻറ്റാസ്റ്റിക്കലി ദിസ് അഡീഷി യൂസ്ഡ് ഇംഗ്ലീഷ്. A Nigerian girl, an African girl, a tribal group girl. Yes, Naspera. She had felt sorry for me. അവൾ എന്നോട് സോറി പറഞ്ഞു. ഈവൻ ബിഫോർ ഷീ സോ മീ. എന്നെ കാണും മുമ്പ് തന്നെ, എന്നോട് കൂടുതൽ അടുക്കും മുമ്പ് തന്നെ അവൾ എന്നോട് സോറി പറഞ്ഞു. അതല്ല, അത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഷീ ഹാഡ് ഫെൽറ്റ് സോറി ഫോർ മീ ഈവൻ ബിഫോർ ഷീ സോ മീ. ഒരുപക്ഷെ എൻ്റെ മുറിയിൽ താമസിക്കാൻ വരുന്നത് ഒരു ആഫ്രിക്കക്കാരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ, എന്നെ കാണുന്നതിന് മുൻപ് തന്നെ ഷീ ഫെൽറ്റ് സിമ്പതി ടു മീ. അവൾക്ക് എന്നോട് എന്തോ ഒരു സഹതാപം പോലെയായിരുന്നു. എന്നെ കണ്ടിട്ടില്ല, എന്നെ അറിഞ്ഞിട്ടില്ല. എൻ ആഫ്രിക്കൻ ഗേൾ, ഒരു ആഫ്രിക്കക്കാരി, അത്രേ കരുതിയുള്ളൂ. ദാറ്റ് വാസ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് മീ. എന്നെപ്പറ്റി അവൾ ധരിച്ചത് തെറ്റായിരുന്നു. നോക്കൂ, her default position towards me as an African, yes, and she considered me only an African one. എന്നെ കേവലം ഒരു ആഫ്രിക്കക്കാരി, എ ബ്ലാക്ക് ഗേൾ, ഒരു കറുത്ത വർഗ്ഗക്കാരി പെൺകുട്ടി, ഹാവിങ് നോ സച്ച് കൾച്ചർ. അമേരിക്കക്കാരെ പോലെ സംസ്കാരമൊന്നും ഉണ്ടാവില്ല, നോ ലേണിംഗ്, പഠനം ഉണ്ടാകില്ല, നോ മ്യൂസിക്, നോ ഡാൻസ്, അവരുടെ പാട്ടോ അവരുടെ നൃത്തമോ ഒന്നും ഇവൾക്കുണ്ടാകില്ല എന്ന കാഴ്ചപ്പാട്. ദാറ്റ് വാസ് ദ ഫാൾട്ട് വിത്ത് ദാറ്റ് അമേരിക്കൻ ഗേൾ. അതാണ് അമേരിക്കൻ പെൺകുട്ടിക്ക് പറ്റിയ തകരാറ്. വാസ് എ കൈൻഡ് ഓഫ് പാട്രണൈസിങ്. അവൾ എനിക്ക് പാട്രണൈസിങ് ആണ്, കണ്ടോ, പാട്രണൈസ്, ടേക്ക് കെയർ ഓഫ്. ഒരുപക്ഷെ അവൾ കരുതി കാണും എൻ്റെ രക്ഷാധികാരിത്വം, എൻ്റെ കെയർ, ശ്രദ്ധ അവൾ വഹിക്കേണ്ടി വരുമെന്ന്. അവൾ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടി വരുമെന്നാണ് അവൾ കരുതിയത്. until she see me, until she talks to me and until she realized me. അവൾ എന്നെ കാണും വരെ, അവൾ എന്നെ മനസ്സിലാക്കും വരെ, എന്നോട് സംസാരിക്കും വരെ. Then there was no possibility of Africans being similar to her in any way. അവൾ കരുതി ഇൻ എനി വേ, ഒരു തരത്തിലും ആഫ്രിക്കൻസ് കനോട്ട് ബി സിമിലർ ടു അമേരിക്കൻസ്. ആഫ്രിക്കക്കാർക്ക് അമേരിക്കക്കാരോട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന്. That American girl, that university girl, that educated girl, that civilized girl of America thought about Adishi. Adishi may be, ആരായിരിക്കാം അഡീഷി എന്ന്? ഓൺലി എൻ ആഫ്രിക്കൻ ഗേൾ, ഓൺലി എ ബ്ലാക്ക് ഗേൾ, ഓൺലി എ കൾച്ചർലെസ് ഗേൾ, ഓൺലി എ ഇല്ലിറ്ററേറ്റ്. പഠിക്കാൻ വരുന്നു, സ്കോളർഷിപ്പോ അല്ലെങ്കിൽ റിസർവേഷനൊക്കെ കിട്ടി വരികയായിരിക്കും എന്നാണ് അമേരിക്കക്കാർ കരുതിയത്. എനിവേ, നോ പോസിബിലിറ്റി ഓഫ് ഫീലിംഗ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി. യെസ്, വാട്ട് ഡിഡ് ഷീ ഫീൽ ടുവേർഡ്സ് മീ വാസ് ഓൺലി പിറ്റി. അവൾക്ക് എന്നോട് തോന്നിയ വികാരത്തെ എങ്ങനെ പറയാം? സഹതാപം, സിമ്പതി, പിറ്റി, അതുകൊണ്ടുണ്ടാവുന്ന കൈൻഡ്നസ്, ഒരുപക്ഷെ ദയ. അതിൻ്റെ പേര് ലവ്, സ്നേഹം എന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ഫ്രണ്ട്ഷിപ്പ്, അത് തുല്യ സൗഹൃദമല്ല. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് എ കൈൻഡ് ഓഫ് പാട്രണൈസ്. ഷീ ഈസ് റെസ്പോൺസിബിൾ ടു മീ. എൻ്റെ മുറിയിൽ താമസിക്കുന്നവൾ എനിക്ക് വല്ലാത്ത ഉത്തരവാദിത്വമാണ് എന്നുള്ള തോന്നുന്നതാണ് പാട്രണൈസ് എന്നാണ് അവൾക്ക് തോന്നിയത് അഡീഷിയെക്കുറിച്ച്. ബട്ട് അഡീഷി വാസ് കേപ്പബിൾ ഓഫ് പാട്രണൈസിങ് ദാറ്റ് അമേരിക്കൻ ഗേൾ. പക്ഷെ അഡീഷിയുടെ അവസ്ഥ എന്താണ്? ആ അമേരിക്കക്കാരി പെൺകുട്ടിയെ വേണമെങ്കിൽ നമ്മുടെ അഡീഷി പാട്രണൈസ് ചെയ്യും. ഷി വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് അമേരിക്കൻ ഗേൾ. അമേരിക്കൻ പെൺകുട്ടിയുടെ ആ രക്ഷാധികാരിത്വം വേണമെങ്കിൽ എടുക്കാൻ പ്രാപ്തിയുള്ളവനാണ്. ഷി വാസ് സോ ടാലൻറ്റഡ്, അത്ര പ്രാപ്തിയുള്ളവളാണ് അഡീഷി. ബട്ട് ദാറ്റ് അമേരിക്കൻ ഗേൾ കുഡിൻറ്റ് റിയലൈസ് ഹർ. പക്ഷെ അമേരിക്കക്കാരിക്ക് അത് അഡീഷിയെപ്പറ്റി ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല. അതിനാണ് ആദ്യം അഡീഷയ്ക്ക് ഫിഡയെ പറ്റിയത്.
then no possibility of connection as human equals. സമത്വമുള്ള ഒരു മനുഷ്യജീവിയാണെന്ന് പോലും അമേരിക്കക്കാരി പെൺകുട്ടിക്ക് ഈ കറുത്ത വർഗക്കാരി പെൺകുട്ടിയെ പറ്റി തോന്നിയില്ല. ദാറ്റ് മീൻസ് ഈവൻ നോ ഇക്വാലിറ്റി. തുല്യത പോലുമില്ല. എന്തുകൊണ്ടാണ്? കളർ ഡിസ്ക്രിമിനേഷൻ. കണ്ട, കളർ ഡിസ്ക്രിമിനേഷൻ ആണൊന്ന്. വർണ്ണ, പഠിച്ചോക്കേണ്ട വാക്കാണേ, വർണ്ണവിവേചനം. എല്ലാ നാട്ടിലും എക്കാലത്തുണ്ടായിരുന്നു, ഈവൻ ഇൻ കേരള. നാം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കണം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് കേരളത്തിലെ സഹോദരന്മാരെ പറ്റി, സഹോദരിമാരെ പറ്റി കേരളത്തിലെ സവർണ വിഭാഗമെന്ന് പറയുന്നവർ ധരിച്ചു വെച്ച, പ്രവർത്തിച്ച, നടപ്പിലാക്കിയൊരു കാലം. സ്റ്റിൽ ഓൺ സം ഒക്കേഷൻസ്, ഇന്നും ഇപ്പോഴും ചില ഇടങ്ങളിൽ, ചില അവസരങ്ങൾ. ലൈക്ക് ദാറ്റ് നൗ ഈവൺ ഇൻ ഡെവലപ്ഡ് യൂറോപ്പ് ആൻഡ് ഇൻ അമേരിക്ക, വികസിത രാഷ്ട്രങ്ങളെന്ന് പറയുന്ന യൂറോപ്പിലെ ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ ഇപ്പോഴും കളർ ഡിസ്ക്രിമിനേഷൻ കളിക്കളത്തിൽ പോലും നമുക്ക് കാണാം. വെളുത്തവർക്ക് കറുത്തവരോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബിക്കോസ് ദേ ഹാവ് സച്ച് സ്റ്റാമിന. വയലിൽ പണിയെടുക്കുന്ന വ്യക്തിക്ക് ആ വയലിൽ പണിയെടുപ്പിക്കുന്ന ജന്മിയേക്കാളും മെയ്ക്കരുത്തും മനക്കരുത്തും ഉണ്ടാകും. ഇതാണ് ഇവിടെ ഒരു സൂചന. ആൻഡ് ഷീ കുഡിന്റ് റിയലൈസ് മീ, ആക്സെപ്റ്റ് മീ ഈക്വൽ ടു ഹെർ. എന്തുകൊണ്ടോ അവൾക്ക് ആദ്യം എന്നെ അവളുടെ തുല്യ പങ്കാളിയായി, സുഹൃത്തായി പോലും കണക്കാക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? ടു ദാറ്റ് അമേരിക്കൻ ഗേൾ. ആരെപ്പറ്റി? അബൌട്ട് അവർ അഡീഷി. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് അഡീഷി. പക്ഷെ പിന്നീട് കഴിവുണ്ടെന്ന് മനസ്സിലായപ്പോൾ, ആസ് അവർ ഗ്രേറ്റ് അംബേദ്കറെ സ്കൂൾ മുറിയിൽ കയറ്റാതെ വെയിലത്ത് നിർത്തിയിട്ടാണ് ആദ്യം പഠിപ്പിച്ചത്. പഠിപ്പിച്ചിട്ടില്ല, കേട്ടുപഠിച്ചത്. പക്ഷേ മുറിക്കകത്ത് ക്ലാസ് എടുക്കുന്ന നല്ലവനായ ശർമാജി അധ്യാപകൻ ഒരു കുട്ടി വെയിലത്ത് നിന്ന് വിയർത്തൊലിച്ച് താൻ പറയുന്നതൊക്കെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ he felt so sad and he was the real teacher. അതാണ് ശരിയായ അധ്യാപകൻ. ഉന്നത വർഗക്കാരനായിട്ടും സവർണനായിട്ടും നമ്മുടെ അംബേദ്കർ എന്ന കൊച്ചുബാലനെ ഹാളിൽ കയറ്റി. ഉയർന്നവരൊക്കെ അധിക്ഷേപിച്ചു അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവനെ ഇവരുടെ കൂടെ ഇരുത്തുന്നില്ലെങ്കിൽ വേണ്ട, അവൻ മുറിയിൽ പിറകിലിരുന്ന് പഠിക്കട്ടെ, മണ്ണിലെഴുതി പഠിക്കട്ടെ. പക്ഷേ ഐ വോണ്ട് ടു ടീച്ച് ഹിം. എനിക്കവനെ പഠിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ കുട്ടികളെക്കാൾ എത്രയോ മികവുള്ളവനാണ് ആ കുട്ടി. ദ ടീച്ചർ റിയലൈസ്ഡ്. ടീച്ചർക്ക് ബോധ്യമായി, ശർമാജിക്ക്, അംബേദ്കറെ കുറിച്ച്. ദാറ്റ് വാസ് ദ ബ്ലെസ്സിങ് ഓഫ് അംബേദ്കർ. ആ അധ്യാപകനാണ് ആ ചണ്ടാലനെന്ന് അല്ലെങ്കിൽ അവർണനെന്ന് അധിക്ഷേപിച്ച ആ ബാലനെ ക്ലാസ്സിൽ പിടിച്ച് ഇരുത്തിയതും വിദ്യ പകർന്നു കൊടുത്തതും. ആ അംബേദ്കർ വേണ്ടി വന്നു ഇന്ത്യക്ക് ഒരു ഭരണഘടന തീർക്കാനായിട്ട്, ഇല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ഉപജ്ഞാതാവാണ് അംബേദ്കർ. നോക്കൂ, നെക്സ്റ്റ് പാര. I must say that before I went to the US,
ഐ ഡിഡൻറ്റ് കോൺഷ്യസ്ലി ഐഡൻറ്റിഫൈ ആസ് ആഫ്രിക്കൻ. ഇനി അഡീഷ് പറയാണ്, സത്യത്തിൽ അമേരിക്കയിൽ എത്തും വരെ എനിക്ക് തന്നെ എന്നെപ്പറ്റി അറിയില്ലായിരുന്നു ഞാനൊരു ആഫ്രിക്കക്കാരിയാണെന്ന്, ഞാനൊരു കറുത്തവളാണെന്ന്, മറ്റുള്ളവരെന്നെ കണ്ട് തുറിച്ചു നോക്കുമെന്ന്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ആൻഡ് ഷീ ഡിഡൻറ്റ് റിയലൈസ് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് കളർ. വർണ്ണവിവേചനം എന്താണെന്ന്, കറുത്തവരും വെളുത്തവരും തമ്മിൽ ഇത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വെളുത്തവരെ പറ്റിയാണ് കുട്ടിക്കാലത്ത് നമ്മുടെ അഡീഷ് കഥകൾ എഴുതി കൂട്ടിയത്. ഈ കുട്ടിക്കഥകൾ എഴുതി ആരെപ്പറ്റി? തന്നെ ഇപ്പോൾ അപഹസിക്കുന്ന വെളുത്തവരെ കുറിച്ച്. But in the US, whenever Africa came up, people turned to me. നോക്കൂ, but in the US, whenever Africa came up, people turned to me. എന്നാൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ ഞങ്ങളുടെ താമസ സങ്കേതങ്ങളിലോ ലൈബ്രറിയിലോ ആഫ്രിക്ക എന്ന വാക്ക് കേൾക്കുമ്പോൾ they turn to me. അവരെല്ലാവരും എൻ്റെ അടുത്തേക്കാണ് നോക്കുക. ഓ ആഫ്രിക്കക്കാരി, ദാറ്റ് പഠിച്ചതാണ് നമ്മളെന്ത്, പിങ്കി എയേർഡ്, അൺചോക്കലേറ്റ് കളേർഡ്, കുരുമ്പൻ മുടിയുള്ള, കറുത്ത തൊലിയുള്ള, ഓൺലി ഹാവിങ് വൈറ്റ് ടീത്ത്, വെളുത്ത പല്ല് മാത്രമുള്ള ആ കുട്ടിയെ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ നോക്കും, ഓ ആഫ്രിക്കക്കാരി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഐ ഡിഡ് കം ടു എംബ്രേസ് ദിസ് ന്യൂ ഐഡൻറ്റിറ്റി. ഒടുവിൽ ഞാൻ ആ ഐഡൻറ്റിറ്റിയെ, ഞാൻ എന്ന വ്യക്തിത്വത്തെ, അതാണ് ഐഡൻറ്റിഫിക്കേഷൻ, വേർതിരിച്ചറിയുന്ന അവസ്ഥ, ഐഡൻറ്റിറ്റി. നോക്കൂ, ഐഡൻറ്റിഫൈ, റിയലൈസ്, അതിന് നൗണാണ് ഐഡൻറ്റിറ്റി. അണ്ടർസ്റ്റാൻഡിങ്. I did come to embrace this embrace. ഇവിടെ എന്താണ്? ആക്സെപ്റ്റ്. മലയാളാർത്ഥം എന്താണ്? പുണരുക. ഒടുവിൽ ഞാനത് സ്വീകരിച്ചു. യെസ്, ഐ ആം ആഫ്രിക്കൻ, ഐ ആം എ ബ്ലാക്ക് ഗേൾ, ഐ ആം എ നീഗ്രോ ഗേൾ. എനിക്കത് സ്വീകരിക്കേണ്ടത്, ഞാൻ ആ ചിന്തയെ പുണർന്നു. അതാണ് ഐ എംബ്രേസ് ദിസ് ന്യൂ ഐഡൻറ്റിറ്റി ആൻഡ് ഇൻ മെനി വേയ്സ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ. ഇപ്പോഴെല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നത്, ലുക്ക് അറ്റ് ആഫ്രിക്കൻ ഗേൾ, യെസ് ഷീ ഈസ് ആഫ്രിക്കൻ, യെസ് ഷീ ബിലോങ്സ് ടു നൈജീരിയ, യെസ് ഷീ ഈസ് എ ബ്ലാക്ക് ഗേൾ, യെസ് ഷീ ഈസ് എ നീഗ്രോ ഗേൾ എന്ന് എല്ലാവരും ഈ ഐഡൻറ്റിറ്റിയിലാണ് എന്നെ പറയുന്നത്. യെസ്, I accepted it. That is what we call it fraternity. പൈതൃകമാണ്. I can't avoid it. എനിക്കതിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമില്ല. Because I know who am I. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. Stronger than them, both physically and mentally. അവരെക്കാളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ശക്തിയുള്ളവളാണെന്ന്. Better than them, ഇൻ്റലക്ച്വലി അവരെക്കാൾ ധിഷണ കൂടുതലുള്ളവളാണെന്ന്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആർട്ട്, ഇനി കലയുടെ കാര്യത്തിൽ, ഐ ക്യാൻ ഡു മെനി തിങ്സ്, എനിക്ക് അവരെക്കാളും നന്നായി ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കൾച്ചർ, ഇനി സംസ്കാരത്തിൻ്റെ കാര്യം എടുക്കുക, ഐ ക്യാൻ സ്പീക്ക് വെരി വെൽ കവറിങ് ദം, അവരെയും ഒക്കെ കവർ ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം. സോ ഷീ വാസ് കോൺഫിഡൻറ്റ് ഓഫ് herself. Yes, that we watch. ഇതാണ് നമ്മുടെ രക്ഷ. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും തലതാഴ്ത്തേണ്ടി വരില്ല. അതാണ് അഡീഷി. നോക്കൂ, I think of myself now as an African, although I still get quite irritable when Africa referred to as a country. പലപ്പോഴും അപരിഷ്കൃത രാജ്യം എന്ന് എൻ്റെ നാടിനെ പരാമർശിക്കുമ്പോൾ ഐ ഫീൽ ഇറിറ്റേറ്റഡ്. ഇറിറ്റേഷൻ. എന്താണ് ഇറിറ്റേഷൻ? ദാറ്റ് ഈസ് വെറി.
കൺട്രി, നമ്മുടെ നാട്ടിൽ വയ്ക്കുന്നില്ലേ കൺട്രി ഫെലോ എന്ന്, എന്നുവെച്ചാൽ സംസ്കാരമില്ലാത്ത, പഠനമില്ലാത്ത, കഴിവില്ലാത്ത വ്യക്തികളെന്നാണ്. അങ്ങനെ പരാമർശിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത വരും. ആഫ്റ്റർ ഐ ഹാഡ് സ്പെൻഡ് സം ഇയേഴ്സ് ഇൻ ദ US as an African, I began to understand my roommate's response to me. And living at America, in America, while she was learning at university, she realized many things. അമേരിക്കൻ ഐക്യനാടുകളിൽ സർവകലാശാല പഠനം നടത്തുമ്പോഴാണ് നമ്മുടെ അഡീഷി പല കാര്യങ്ങളും മനസ്സിലാക്കിയത്, പല കാര്യങ്ങളും പ്രതികരിച്ചു തുടങ്ങിയത്. റെസ്പോൺസ്, പ്രതികരണം. റെസ്പോൺസ് എന്താണ്? പ്രതികരണം. ഇഫ് ഐ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ നൈജീരിയ, ഒരുപക്ഷെ ഞാൻ നൈജീരിയയിലല്ല വളർന്നതെങ്കിൽ, ആൻഡ് ഇഫ് all I knew about Africa were from popular images, ആഫ്രിക്കയിൽ ജനിച്ചവളല്ല എങ്കിൽ, ആഫ്രിക്കയിലെ നൈജീരിയയിൽ വളർന്നവളല്ല എങ്കിൽ, നമ്മളെപ്പോലെ നമുക്ക് ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോഴെന്താണ്? ജസ്റ്റ് ആൻ ഇമാജിനേഷൻ. നമുക്ക് ജാപ്പനീസുകാരെ പറ്റി, ജാപ്പാനെ പറ്റി കേൾക്കുമ്പോഴെന്താണ്? ജസ്റ്റ് ആൻ ഇമാജിനേഷൻ. ചൈനീസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമുള്ള മൂക്ക് പരന്ന ഒരു വിഭാഗം എന്നൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരെ പറ്റിയും ധാരണ. So that is only an imagination. But when we go there and when we see them, when we mingle with them, when we talk with them, and when we live with them, we can realize them. അതാണ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. മറ്റുള്ളവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ചേക്കരുത്. We should have the experience. We should have the feeling. നമുക്കവരെ പറ്റി അനുഭവം വേണം. ആ അനുഭവമാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഹൂ ദാറ്റ് പേഴ്സൺ ഈസ്, ആരാണ് ആ മനുഷ്യനെന്ന്, ആരാണ് ആ സ്ത്രീയെന്ന്, എത്ര മോശമാണോ അല്ലെങ്കിൽ എത്ര നല്ലതാണോ എന്നൊക്കെ മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. നമ്മളുടെ അനുഭവത്തിൽ നിന്നാണ് നാം തീരുമാനിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഗുണം എന്താണ്, കഴിവെന്താണ് എന്നുള്ളത്. എക്സ്പീരിയൻസ് ആണ്, യെസ്, പ്രാക്ടീസാണ്. പ്രാക്ടീസ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. പരിചയമാണ്, അനുഭവമാണ് സമ്പന്നത, റിച്ച്നെസ്. അതില്ലാതെ നമ്മൾ ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത്. അതാണ് ദ മെസ്സേജ് ഓഫ് ദിസ് എക്സ്ട്രാക്ട്, ദിസ് സ്പീച്ച്, ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം. ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്. യെസ്, വെൻ പീപ്പിൾ സേ അബൌട്ട് കേരള, പണ്ട് കേരളത്തിനെ പറ്റി പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന്. യെസ്, എല്ലാ മണ്ണും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഒരർത്ഥത്തിൽ. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ റോഡുകളും നമ്മുടെ കുളങ്ങളും നമ്മുടെ പുഴകളും ജലാശയങ്ങളും പ്ലാസ്റ്റിക്കിൽ മുങ്ങിക്കിടക്കുമ്പോൾ, നിറഞ്ഞു കിടക്കുമ്പോൾ, ഈസ് ഇറ്റ് ദ ലാൻഡ് ഓഫ് ഗോഡ്? ദൈവത്തിന് എന്താണ് പ്ലാസ്റ്റിക് ബിസിനസ്സാ? ഇവിടുത്തെ സെറിനിറ്റി, ശാലീനതയായിരുന്നു, ദ പ്യൂരിറ്റി, പരിശുദ്ധിയായിരുന്നു, പ്യുവർ എയർ, പ്യുവർ വാട്ടർ, പ്യുവർ ലൈഫ്. ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, ശുദ്ധമായ ജീവിതം, ആൻഡ് പ്യുവർ സോയിൽ. ഇതിൻ്റെ പ്രതീകമാണ് അന്ന് പറഞ്ഞ ദ ലാൻഡ് ഓഫ് ഗോഡ് എന്ന് കേരളത്തിനെ പറ്റി പറഞ്ഞത്. ആൻഡ് എവരിതിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. കാലം അങ്ങനെയാണ്, കാലെല്ലാത്തിനെ മാറ്റിമറിക്കും. ആൻഡ് ഡാമേജ്ഡ്, മണ്ണ്, സോയിൽ ഡാമേജ്ഡ് ആണ്. എയർ ദാറ്റ് ഇംപ്യർ ആണ്, അശുദ്ധമാണ്. വാട്ടർ ദാറ്റ് ഈസ് ഇംപ്യർ, അശുദ്ധമാണ്. ഈവൻ അവർ തോട്ട്സ് ആൻഡ് ഡ്രീംസ് ബിക്കെയിം ഇംപ്യർ. എന്തിനേറെ നമ്മുടെ മനസ്സ് പോലും, അവിടുത്തെ സ്വപ്നം പോലും, ചിന്ത പോലും മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. Then how can we, the people of Kerala, say that this is the land of God, God's own country? ഇപ്പോഴും മറ്റുള്ളവർക്ക് കേരളത്തിനെ കുറിച്ചുള്ള ധാരണ തന്നെയായിരിക്കും, ദൈവത്തിൻ്റെ സ്വന്തം നാട്, സോ ബ്യൂട്ടിഫുൾ, സോ പ്യുവർ, സോ സെറീൻ എന്നൊക്കെയല്ലേ. നോക്കൂ, അതേമാതിരിയാണ്, അനുഭവമാണ് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നത്. ആൻഡ് ഇൻകോംപ്രഹെൻസിബിൾ പീപ്പിൾ, കോംപ്രഹെൻസിബിൾ, കോംപ്രഹെൻസിബിൾ, COMPRE, hence means understand,
നമ്മുടെ എക്സസൈസിൻ്റെ കോംപ്രഹെൻഷൻ മനസ്സിലാക്കി എഴുതേണ്ടത്, വായിച്ച് മനസ്സിലാക്കി എഴുതേണ്ടവ. പക്ഷേ ഇൻകോംപ്രഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തവർ. അപ്പം നേരത്തെ മാഷ് സൂചിപ്പിച്ച മാതിരി, ക്യാൻ വി സേ എനിത്തിങ് അബൌട്ട് ദ കൾച്ചർ ഓഫ് ജപ്പാൻ, ചൈന, നേപ്പാൾ, ബർമ ആൻഡ് ഈവൺ ഓഫ് പാകിസ്ഥാൻ? എന്തിന് ഇന്ത്യയിലെ വടക്കൻ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്ക് ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഓണം, പെരുന്നാൾ, ക്രിസ്മസ്, ഓക്കെ, ഒരു പൂരം. പക്ഷെ അങ്ങോട്ട് പറയുമ്പോഴോ ഹൗ ക്യാൻ വി റെഫർ ഔട്ട് ടു ദസറ, ഹൗ ക്യാൻ വി റെഫർ അബൌട്ട് ഹോളി? ഈ ദസറ, ഹോളി ഇത്യാദി സബ്ജക്റ്റാണ് നമുക്ക് ഒരു ചെറു ലേഖനത്തിന് വരുന്നതെങ്കിൽ ഓണം പോലെ പൂരം പോലെ നമുക്ക് എഴുതാൻ കഴിയുമോ? കഴിയില്ല. ബിക്കോസ് വി ഹാവൻ ദ എക്സ്പീരിയൻസ് ഓഫ് ഇറ്റ്. നമുക്ക് പൂരം ടി വിയിലൂടെയെങ്കിലും കണ്ടിട്ടുള്ള അനുഭവമുണ്ട്, ഓണം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ പങ്കെടുത്ത് അതിൻ്റെ സൗഹൃദം, അതിൻ്റെ സുഖം പങ്കുവച്ചിട്ടുണ്ട്, ക്രിസ്മസ് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നു. അങ്ങനെയാണോ ദസറ? അങ്ങനെയാണോ ഹോളി? സോ ഇമേജസ് ആർ ഇൻ പെർഫെക്റ്റ്. പ്രതീകങ്ങളൊന്നും സങ്കല്പങ്ങളൊന്നും പൂർണ്ണമല്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ അനുഭവം. ആൻഡ് ഇൻകോംപ്രഹെൻസിബിൾ പീപ്പിൾ ആർ അൺഏബിൾ ടു സ്പീക്ക് ഫോർ ദംസെൽസ്. സ്വയം വെളിപ്പെടുത്താൻ കഴിയാത്തവർ, എന്നെപ്പറ്റി പറയാൻ പോലും എനിക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് പറയുക? ഹൗ? ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുക? ആദ്യം അധ്യാപകനെ വായിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് വേണം വിദ്യാർത്ഥിക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കാത്ത അധ്യാപകന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. എൻ്റെ ഒരു സ്വന്തം സിദ്ധാന്തം ഞാൻ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഓൺലി എൻ A+ ടീച്ചർ ക്യാൻ ക്രിയേറ്റ് എൻ A+ സ്റ്റുഡൻറ്റ്. മക്കളെ, നമ്മുടെ A+ സ്റ്റഡി സെൻറ്ററിൽ പഠിച്ച 2016-17 ബാച്ചിൽ പഠിച്ച, അങ്ങേ മുറ്റത്ത് കളിച്ച് നടന്ന് പഠിച്ച് നടന്ന ഐഷ മോൾക്കാണ് നാഷണലി അക്രഡിറ്റഡ്. 10ാം ക്ലാസ്സിലെ പഠനം അവിടെ നിന്നാണ്. പൊതുപരീക്ഷ A+ എന്ന് എഴുതിയത് എൻ്റെ സ്റ്റുഡൻ്റാണ്, നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സ്റ്റുഡൻ്റാണ്. ആൻഡ് ദാറ്റ് വാസ് ഇനഫ് ആൻഡ് മോർ ടു ബിക്കം ദ ഹയസ്റ്റ് പൊസിഷൻ ഓഫ് ഇന്ത്യ. കണ്ടോ? ആ പഠനം തന്നെ ഭാരതത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിയെ പ്രാപ്തയാക്കിയിട്ടുണ്ട്. വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് തിങ്. അഭിമാനം തോന്നുന്ന. മാഷ നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ. അവൾക്ക് ഞാൻ അവിടെ പോയി വീട്ടിൽ പോയിട്ട് ഉപഹാരം കൊടുത്തു. ആക്ച്വലി എ പ്രൗഡ് മൂമെൻ്റ് ഓഫ് മൈ ലൈഫ്. നല്ല അധ്യാപകൻ ആദരിക്കപ്പെടുന്നത് നല്ല വിദ്യാർത്ഥികളിലൂടെയാണ്. നല്ല വിദ്യാർത്ഥികൾ രൂപപ്പെടുന്നത് നല്ല അധ്യാപകരിലൂടെയാണ്. എ കോംപ്രഹെൻസിബിൾ തിങ്. അതേമാതിരി നമ്മുടെ അഡീഷ് പറയുന്നു, മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. ആൻഡ് ഇൻകോംപ്രഹെൻസിബിൾ പീപ്പിൾ അൺഏബിൾ ടു സ്പീക്ക്. അപ്പം സ്വയം സംസാരിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുക? സോ ഇഫ് വി വാണ്ട് ടു സ്പീക്ക് അബൌട്ട് അതേഴ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് അബൌട്ട് അവർ സെൽഫ്. മറ്റുള്ളവരെ പറ്റി പറയണമെങ്കിൽ ആദ്യം നമ്മളെപ്പറ്റി പറയാനുള്ള പ്രാപ്തി ഉണ്ടാകണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സ്വന്തം കാര്യം മനസ്സിലാക്കണം. അതാണ് അഡീഷയ്ക്ക് പറ്റിപ്പോയത്. അഡീഷയെ പറ്റി മനസ്സിലാക്കിയില്ല. അഡീഷയെ പറ്റി മനസ്സിലാക്കാതെ വെളുത്ത കുട്ടികളെ വെച്ച് കഥാപാത്രങ്ങളാക്കി. വെളുത്ത കുട്ടികളെ പറ്റിയും മനസ്സിലാക്കിയില്ല. എന്നിട്ട് അവരെ പറ്റി എഴുതി. സോ ബിഫോർ സ്പീക്കിംഗ് സംതിങ്, before writing something, we have to know who he is, who she is, what it is. അതെന്താണ്, അതാരാണ്, അദ്ദേഹം ആരാണ്, അവർ ഏതാണ്, എങ്ങനെയാണെന്ന് അവരെ പറ്റി മനസ്സിലാക്കണം. ദെൻ
I would see Africans in the same way that I, as a child, had seen Fide's family. കണ്ടോ? ആഫ്രിക്കക്കാരിയായ നൈജീരിയക്കാരിയായ എനിക്ക് പോലും എൻ്റെ നാട്ടിലെ ഫിഡെ എന്ന ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ ബാലനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നെക്കാളും ഒരുപക്ഷെ സമപ്രായക്കാരനായ ഫിഡയെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുക? അഡിഷി കുഡിൻ്റ് റിയലൈസ് ഹൂ ഈസ് ഫിഡെ. ഓൺലി വൺ വേർഡ് പുവർ. പുവറിൽ ഒതുങ്ങുമോ അവൻ്റെ കുടുംബം? ഇല്ല. സോ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ, ഇതാണ് സംഭവിച്ചത്. നോക്കൂ, ആ തെറ്റിദ്ധാരണയുടെ തിരുത്തലാണ് ഈ പാഠം. അത് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് ഈ പാഠം. ദെൻ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി തേർഡ് പാർട്ട്. ആൻഡ് ദെൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ദ ഫോർത്ത് പാർട്ട്.